അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വാഴക്കൂമ്പ് തോരൻ കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് വെക്കുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ആദ്യം നമുക്കൊരു കുഞ്ഞ് ചീനിച്ചിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. കാരണം ഒരു വാഴക്കൂമ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞെടുത്തപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ചട്ടി വെച്ചേക്കുന്നത് കേട്ടോ. ചട്ടി ചൂടാൻ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവണം. എണ്ണ ചൂടാവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ചട്ടി ചൂടായിട്ട് ഒഴിക്കുന്നതിന് കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എനിക്ക് കടുക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ആത്മസുഖം. അപ്പോൾ കടുകെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ഇടാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പിടിയെടുക്കണം. എനിക്ക് കൈക്കൽ തുണി വെച്ചിട്ട് അരി പിടിച്ചിട്ട് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യൽ. പിടിയെടുത്ത് പിടിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം എണ്ണയിലേക്ക്. അതയ്യോ, നമ്മൾ സവാള ഇടാൻ മറന്നുപോയി. ഞാൻ വഴക്കുന്നതെല്ലാം അരിഞ്ഞ് ആദ്യമായിട്ടാട്ടോ വെക്കുന്നത്. അപ്പം എൻ്റെ ചേച്ചിയാണ് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ സവാള ഇടാൻ മറന്നു. ഇപ്പോൾ സവാള അരിയുവാണേ. സവാള ഗിരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുക. എനിക്ക് സവാള അരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സവാള പൊളിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്കിഷ്ടമേ അല്ലാത്തൊരു പരിപാടിയാണ് ഈ സവാള പൊളിക്കലും അരിയലും. എന്നാലും ചെയ്യും. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു തരിക കുനുകുന അരിയണത്ര. അപ്പോൾ നമുക്ക് സവാള അങ്ങനെ കുനുകുന അരിയാം. അപ്പോൾ സവാള എല്ലാം കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുനുകുന അരിഞ്ഞ സവാള നമുക്ക് വാഴക്കൂമ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അത് എല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് കുറച്ച് ടൈം കഴിഞ്ഞല്ലേ നമ്മളിപ്പോൾ സവാള ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. കാരണം സവാള ഇടാൻ താമസിച്ച് പോയതുകൊണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി അടുത്ത തേങ്ങ. നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ. ബാക്കി അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ തോരൻ എന്ന് പറയും. ട്രിവാൻഡ്രത്തൊക്കെ തോരൻ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയുന്നതെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചെറിയ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ടു. ഇനി വെളുത്തുള്ളി ഞാനിങ്ങനെ പൊളിച്ചിടാറില്ല. അതായത് വെളുത്തുള്ളി തോല് കളയാണ്ടാണ് ഞാൻ ഇടുന്നത്. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തോല് കളയാണ്ടിട്ട് അടിച്ചെടുക്കാൻ. ഇനി ഒരു 2-3 പച്ചമുളക്. തോരനത്തിലേക്ക് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടില്ല. ബേക്കിൽ നിൽക്കുന്ന കേട്ടോ എൻ്റെ ചേച്ചി. ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരത്തില്ല, ഭയങ്കര പാടാണ്. ഞാൻ അറിയാണ്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളകെല്ലാം നന്നായിട്ട് ഒടിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ജീരകം കൂടി വിതറി കൊടുക്കാം. കുറച്ച് ജീരകം കൂടി വിതറി. മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, കാരണം വാഴക്കൂമ്പ് അരിഞ്ഞിട്ട് കറ കളയാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കറ കളഞ്ഞെടുത്തത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് നന്നായിട്ട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. അതായത് ഒരുപാട് അരയാണ്ട് ചതച്ചെടുക്കുന്ന പോലെ. തേങ്ങ ഇങ്ങനെ പിരിവിരാ കിടക്കണം തോരത്തിന്, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാനൊരു ഭംഗി. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട അരപ്പും വാഴക്കൂമ്പും കൂടി നന്നായിട്ട് മിക്സ് ആവണമല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എന്ത് കറി വെച്ചാലും എന്തുണ്ടാക്കിയാലും അതിൻ്റെ എല്ലാം ഉപ്പും പുളിയും എരിവും നോക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഇപ്പോൾ വരുവേ, ടേസ്റ്റ് നോക്കാൻ ഇതാ വരുന്നു എൻ്റെ തുമ്പി. അവളാണ് എൻ്റെ കറികൾക്കും ഞാൻ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണത്തിനും അഭിപ്രായം പറയുന്നതാണ്. ഇപ്പോൾ സൂപ്പർ പറയും കേട്ടോ. എൻ്റെ കുഞ്ഞ് ചെറുവിരലുകൊണ്ടാണ് സൂപ്പർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തോരൻ റെഡി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ബൈ ബൈ.